ചേട്ടൻ്റെ നാടകരംഗത്തും സിനിമാ രംഗത്തുള്ള ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട്. അതുപോലെ പേഴ്സണൽ ലൈഫിലും ചേട്ടനെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ ചേട്ടനെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്നാണ് ഡോക്ടർ ശുഭലാൽ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ബന്ധു കൂടിയാണല്ലേ. അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. വന്നിട്ടുണ്ട്. അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ശുഭലാൽ. BBS ഒക്കെ പാസ്സായി കഴിഞ്ഞാണ് ഞാൻ പുള്ളിയെ നേരെ കണ്ടത്. അത് ശരി. ചേട്ടനപ്പം ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ നാടുമായിട്ട് കറങ്ങി. പുള്ളി MBBS കഴിഞ്ഞ് വീട്ടിൽ വന്നൊരിക്കൽ ഒരു കണ്ടത്തിൽ വരമ്പത്തൂടെ നടന്നു വരികയാണ്. അപ്പം ഞാൻ എതിരെ വേറൊരു വഴിയിരുന്നു. പുള്ളി അന്ന് എന്നെ കണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് ഇന്നയാളുടെ മകനാണ്. ഞാൻ ചെറുപ്പത്തിലുള്ളത് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബ വീട് പാലപുരം എന്ന് പറയും. അവിടെ വല്യമ്മ മാത്രമേ ഉള്ളായിരുന്നു. വല്യമ്മ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അണ്ണൻ അവിടെ താമസിക്കുന്നു. വല്യമ്മ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അമ്മയും. അതെ. അപ്പോൾ അന്ന് ഞാൻ 6-7 വയസ്സുള്ളപ്പോഴൊക്കെ അവിടെ ചെല്ലും. സ്കൂൾ അവധിയുള്ള ദിവസം ശനി ഞായർ അവിടെ ചെല്ലുമ്പോഴിങ്ങനെ അണ്ണനെന്ന് ഈ ബുൾബിൾ വായിക്കും. ആ സത്യത്തിൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കാര്യം. അപ്പോൾ അന്ന് ഈ 55 വർഷം മുമ്പുള്ള കാര്യമാണ്. അത് ചേട്ടൻ എങ്ങനെ പഠിച്ചത്? ജസ്റ്റ് ഞാൻ തന്നെ പഠിച്ചാണ്. അത് കവിയൂർ അമ്പലത്തിൽ കച്ചേരി നടത്തിയിട്ടുണ്ട് ഞാൻ. ബുൾബുൾ കച്ചേരി 2 മണിക്കൂർ. പക്ഷേ ചേട്ടനൊരു പ്രോഗ്രാമിൽ ഒന്നും വായിച്ച് നമ്മൾ വേറെ സിനിമയിൽ അത് പിന്നെ അങ്ങ് വിട്ടു. പിന്നെ ഈ ബുൾബുൾ എന്ന് പറയുന്ന ഒരു ഇപ്പം അങ്ങനെ കാണാറില്ല. എൻ്റെ തന്നെ ഇപ്പം കാണാനില്ല. പക്ഷെ അണ്ണൻ നല്ല പടം വരയ്ക്കായിരുന്നു, ചിത്രരചന. അതെങ്ങനെ പഠിച്ചു? അത് അച്ഛൻ വരയ്ക്കുക. ഇപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ ഇപ്പോൾ ചേട്ടനെ പിന്നെ പറഞ്ഞ പോലെ പിന്നെ ചെറുപ്പം മുതലേ അങ്ങ് വെളിയിലായിരുന്നല്ലോ, പട്ടാളത്തിലും പിന്നെ നാടകമൊക്കെ ആയിട്ട് അങ്ങനെ നാട്ടിൽ നിൽക്കുകയല്ല. അപ്പം അമ്മാവനും അമ്മായി മറ്റു മക്കളുമായിട്ട് വരിക, അണ്ണൻ കാണില്ല. പിന്നെ ഞങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്നാണ് ആദ്യമായിട്ട്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. അത് കഴിഞ്ഞ് അവിടെ PRS ഹോസ്പിറ്റലിൽ 8 ദിവസം ബോധമില്ലായിരുന്നു. അന്ന് കാർഡിയോളജിസ്റ്റിൻ്റെ കെയറിലായിരുന്നു ഞാൻ. കാർഡിയോളജി സംബന്ധമായിട്ടല്ലായിരുന്നു എൻ്റെ അസുഖം. അത് പുള്ളി വന്നിട്ട് ഡയഗ്നോസ്. ഒരുപക്ഷെ അത് അണ്ണനിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അണ്ണനെ ഈ ലിവറിന് ചെറിയ അസുഖമുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഹെപ്പറ്റിക് കോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതിൻ്റെ അകത്ത് ബ്ലഡിൽ അമോണിയ കൂടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അമോണിയ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമോണിയ നോക്കിയപ്പോൾ അത് വളരെ ഉയർന്നിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ പുള്ളി വന്നില്ലെങ്കിൽ തട്ടിപ്പോയതേ. ഏതായാലും ഈ ഷോയിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്.